നമസ്കാരം. 3.5 മാസത്തിനിടയിൽ 3 തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരേ സ്ഥലത്തേക്ക് തന്നെ എത്തുന്നു എന്നുള്ള ഒരു അപൂർവമായ നേട്ടം അത് നമ്മുടെ തൃശൂർ ജില്ലയ്ക്ക് സ്വന്തമാണ്. സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ നരേന്ദ്രമോദി തൃശൂരിൽ എത്തിയിരുന്നു. അദ്ദേഹം അവിടെ റോഡ് ഷോ ഉൾപ്പെടെ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ജനുവരി 17-ാം തീയതി ആവട്ടെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടന്നപ്പോൾ അതിലും വലിയ സജീവ സാന്നിധ്യമായി തന്നെ മോദി നിറഞ്ഞു നിന്നിരുന്നു. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതും അതിനോടൊപ്പം തന്നെ തൃപ്രയാറിൽ ദർശനം നടത്തിയതുമൊക്കെ രാഷ്ട്രീയ പ്രാധാന്യം നേടുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും ആ സമയത്ത് അയോധ്യ വലിയ ചർച്ചാ വിഷയമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തൃപ്രയാറിലെ മോദിയുടെ സന്ദർശനവും ആ സമയത്ത് ഈ അയോധ്യയുമായി കൂട്ടിക്കെട്ടി ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും ആലത്തൂർ, തൃശൂർ, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രചരണത്തിന് ഊർജ്ജം നൽകുന്നതിന് വേണ്ടിയാണ് മോദി ഇന്ന് കളത്തിലിറങ്ങാൻ പോകുന്നത്. ഇന്ന് രാവിലെ 9-ന് ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്താണ് മോദി എത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ നീക്കമായിട്ടാണ് ഇതിനെ കേരളത്തിലെ ഇടതുമുന്നണി കണക്കാക്കുന്നത്. മാത്രമല്ല, സഹകരണ ബാങ്കുകളിലേക്കൊക്കെ അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നും വ്യാപിപ്പിക്കുമ്പോൾ അത് ഇടതുപക്ഷത്തിന് മാത്രമല്ല മറിച്ച് UDFനും കനത്ത ആശങ്ക സമ്മാനിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് CPMന്റെ അക്കൗണ്ട് മരവിപ്പിച്ചതും മാത്രമല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നേതാക്കളെ വേട്ടയാടുന്നതുമെല്ലാം BJPയുടെ രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് പ്രചരണ വേദികളിൽ സജീവമായി തന്നെ CPM ആരോപിക്കുന്നുണ്ട്. കരുവന്നൂർ പ്രചരണ വിഷയമാകുന്ന UDF നേതാക്കളും ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി തന്നെ നിരീക്ഷിച്ചു പോകുന്നുമുണ്ട്. പട്ടാമ്പി റോഡിലെ ചെറുവത്തൂർ മൈതാനത്ത് മോദിയുടെ സമ്മേളനത്തിന് വേണ്ടിയുള്ള കാലുകൾ ഇതിനോടകം തന്നെ നാട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. റേഞ്ച് DIG അജിത ബിഗത്തിന്റെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. മോദി ഇന്ന് പറയുന്ന ഓരോ വാക്കിനും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും മോദി ഇവിടെ കരുവന്നൂരിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, സഹകരണ മേഖലയിൽ നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ദേശീയ തലത്തിൽ വാർത്തയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ഇത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമായി വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. പക്ഷേ മോദി എത്തി കരുവന്നൂരിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സഹകരണ മേഖലയിൽ CPM നടത്തുന്ന ഒരു കൊള്ളയെക്കുറിച്ച് തുറന്നു പറയുകയാണെങ്കിൽ അത് രാജ്യ ശ്രദ്ധ നേടുക തന്നെ ചെയ്യും. കാരണം ദേശീയ മാധ്യമങ്ങളടക്കം മോദിക്കൊപ്പം ഉണ്ട് എന്നത് തന്നെയാണ്. പ്രത്യേകിച്ചും മോദി പ്രചരണത്തിനെത്തുമ്പോൾ സ്വാഭാവികമായും അത് അങ്ങനെ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാം, ദേശീയ പദവി നിലനിർത്തുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള പ്രയത്നം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. CPM അതിനുവേണ്ടി കാര്യമായി തന്നെ പ്രയത്നിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നിർണായകമായി വന്നുകൊണ്ടിരിക്കുന്നതും. ഇതിനിടയിലാണ് ഈ സഹകരണ മേഖലയിലെ കാര്യങ്ങൾ ഉൾപ്പെടെ മോദി പറയുമോ എന്നുള്ള ആശങ്ക കൂടി നിലനിൽക്കുന്നത്. എന്തായാലും മോദി ഇന്ന് സംസാരിക്കുന്ന ഓരോ വാക്കും അല്ലെങ്കിൽ ഓരോ വരിയിലും രാഷ്ട്രീയം ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.